വർഷം 2021. ഞാൻ രമേശൻ. മോഹനനുമായി കവലയിൽ തല്ലുണ്ടായി. അങ്ങനെ മോഹനൻ്റെ ഇടികൊണ്ട് ഞാൻ ആശുപത്രിയിലായി. അതിന് പകരം വീട്ടാനായി 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും വന്നു. അങ്ങനെ മോഹനനെ ഒരു വടിയെടുത്തടിച്ചു. അവൻ്റെ തലക്ക് കൊണ്ടതുകൊണ്ട് അവൻ കോമാ അവസ്ഥയിലുമായി. അവൻ മരിച്ചിട്ടുണ്ടാകും ഇപ്പോൾ. നാട്ടുകാരൊക്കെ എന്നെ പറയാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ആ നാട്ടിൽ ജീവിക്കാൻ കഴിയാതെ പല നാടുകളിലായി ഓരോ ദിവസവും പോയി. അങ്ങനെ ഇപ്പോൾ 2026 ഒരു ജോലി അന്വേഷിച്ച് ഉത്തർപ്രദേശിലെത്തി. आधी बातें आंखें बोले बाकी आधी खामोशी कह दे हम जुबान की तलाश है ना तो അങ്ങനെ രമേശൻ ആ കമ്പനിയിൽ ജോലിക്ക് ചേർത്തു. നമ്മുടെ കമ്പനിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നു മുതൽ നിങ്ങൾ വിക്കി ഫുഡ്സിൻ്റെ ഒഫീഷ്യൽ ഡ്രൈവറാണ്. ഇതാ നിങ്ങളുടെ വണ്ടി. നമ്മുടെ പുതിയ സ്റ്റാഫ് ആയുഷ്. ഇതാണ് നിങ്ങളുടെ വണ്ടി. ഇതിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാം. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം രമേശൻ വിക്കി ഡ്രൈവറുടെ ഒരു എക്സ്പേർട്ടായി മാറി. വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ അവിടെ നേതാക്കളും മാറി. ഇപ്പോൾ ഇവരാണ് ഇവിടുത്തെ നേതാക്കൾ, ആയുഷും രമേശനും. എൻ്റെ നാട്ടിൽ ബർത്ത്ഡേ പ്രമാണിച്ച് പരിപാടികളുണ്ട്. നീ എന്തായാലും വരണം. എൻ്റെ അച്ഛനിപ്പോഴൊന്നും കഴിയുന്നില്ല. എന്താ പേര്? മോഹനൻ. എന്താണ് പറ്റിയത്? ഒരുത്തൻ അടിച്ചിട്ട് പോയതാ. 3 hours later. എന്താ മോനെ? ഇതാണ് എൻ്റെ നാട്. ഇതാണ് എൻ്റെ വീട്. ഇതാ നോക്ക്, പണ്ട് 50 ആൾക്കാരെ കൊന്ന ആളായിരുന്നു. ഇപ്പോൾ കിടപ്പിലായി. ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. പണ്ട് രമേശൻ എന്ന് പറഞ്ഞൊരുത്തൻ അടിച്ചിട്ട് പോയതാ. ഇതാണ് എന്നെ അടിച്ച രമേശൻ, കൊലപാതകിയായ രമേശൻ. ഇവനെ നമുക്ക് ഇന്നിവിടെ വെച്ച് തീർത്ത് കളയണം. I'm a king, but I fuck with my saint. They call me a bad man, that's a fucking good thing. Mama said swing back when another man swings, so I make my mama proud when they make their hands ring. Father forgive me, I can't forgive them. You know my history, you know what I did then. And what I do now, a whole lot worse. Heavy is the head, it's a blessing and a curse. മോഹന, എനിക്ക് ജീവിക്കണം, സ്വസ്ഥമായി ജീവിക്കണം. ഇനി പണ്ടുണ്ടായ പോലെ നീ ഇനിയും തിരിച്ചു വരാൻ പാടില്ല. അതുകൊണ്ട് നിന്നെ ഞാൻ തലക്കടിച്ച് കൊല്ലല. കൊലപാതകിയായ രമേശൻ.